ഹായ്. സാജൻ ജോസഫിന്റെ സംവിധാനത്തിൽ ജയപ്രകാശ് പല്ലക്കുടി കഥ എഴുതി 2025 പുറത്തിറങ്ങിയ നിധിയും ഭൂതവും എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ അശ്വൻ ലാൽ, രാധാ ഗോമതി, പ്രമോദ് വെല്ലിയനാട്, മുഹമ്മദ് റാഫി തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് നിധിയും ഭൂതവും എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇത് ശരിക്കും നല്ല ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്നുകൂടി ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി രസകരമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൂവി ആയ കാരണം കൊണ്ട് അതിന്റെ ഒരുപാട് കുറവുകളൊക്കെ ഈ സിനിമയിൽ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ സിനിമ കണ്ടു. 2 മണിക്കൂറിന്റെ അടുത്തുണ്ട് ഈ സിനിമ. പക്ഷെ എല്ലാരും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നില്ല. ഇത്രയും സമയം ഒരുപാട് ബോറടിക്കുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിധിയും ഭൂതവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെ കഥ എന്ന് പറയുന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഒരു 3 ചെറുപ്പക്കാര് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. അവിടെ ഒരു വീടുണ്ട്. അപ്പൊ ആ വീട്ടില് ഒരു മരണം നടന്നിട്ടുണ്ട്. അതായത് ഒരാൾ മരിച്ചിട്ടുള്ള രീതി അല്ല, മരിച്ചിട്ടുണ്ട്. അത് കാരണം ആ വീട് അങ്ങനെ ആരും എടുക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് നിൽക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഇവരൊക്കെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോ ആ വീട്ടിൽ പ്രേതശല്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പല ഇതും വരുന്നത്. പക്ഷെ ആരും അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു ടൈമില് ആ വീട്ടിലൊരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പെമ്പിള്ളേരും ഡയറക്ടേഴ്സും അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇവർ പരിചയപ്പെടുന്നുണ്ട്. അതിലിടക്ക് ഇവരുടേതായിട്ടുള്ള കുറെ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരൊറ്റ സ്ഥലം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു വീടും ആ ഒരു വർക്ക്ഷോപ്പും പിന്നെ ചുമ്മാ പറമ്പിൽ കൂടെ ഒക്കെ നടന്നു പോകുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് ഇതിലിടക്ക് ഇവിടെ ഈ വർക്ക്ഷോപ്പിലേക്ക് ഒരു അമ്മച്ചി കയറി വരുന്നുണ്ട്. ഒരു അമ്മച്ചി കയറി വന്നിട്ട് പറഞ്ഞു, മകനെ എനിക്ക് എന്തെങ്കിലും കഴിക്കാണെങ്കിൽ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അവർ കഞ്ഞി കൊടുക്കുന്നുണ്ട്. ആ കഞ്ഞി മൊത്തം ആ തള്ളപ്പിടി കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു 12 വണ്ടിയോളം കഴുകി വൃത്തിയാക്കി, അതായത് ഷോറൂമിൽ എങ്ങനെയാണോ വണ്ടി കൊണ്ടുവരുന്നത് അതേ രീതിയിലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഡൗട്ട്, എന്തോ ഒരു സംതിങ് ട്രബിൾ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ഡൗട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവരുടെ ഈ പറഞ്ഞ വീട്ടിലോട്ട് ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ ഒരു നിലവിളി കേട്ടിട്ട് ഇവരൊക്കെ ചെന്ന് നോക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ നടക്കുന്നത്, എന്തോ ഒരു സംതിങ് ട്രബിൾ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ആകാംക്ഷ കണ്ടിട്ട് ഓരോ സീനുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ അത്ര ആകാംക്ഷ ഒന്നും നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ സിനിമയിൽ അഭിനയിച്ചവർക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് ആ ഷൂട്ടിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണിനോട് സംസാരിക്കുന്നു. അപ്പൊ പെണ്ണ് പറയുന്നുണ്ട്, ഞാനൊരു ഷൂട്ട് കഴിഞ്ഞ ഒരു സമയത്ത് ഈ പറഞ്ഞ അമ്മച്ചി വന്നിട്ട് ഒരു നിധി പോലത്തെ ഒരു സാധനം എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ട് നീ ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ നിനക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഒരു ഷൂട്ടിന് വന്നത്. അങ്ങനെ ഇവള് ആ ഒരു ഷൂട്ടിന് വന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോൾ പേടിച്ചിട്ടാണ് ആ സാധനത്തെ കൊണ്ട് കളയുന്നത്. അങ്ങനെ അത് കളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോലീസുകാരന്റെ കുറച്ച് സീനുകളൊക്കെ അവിടെ ചുമ്മാ കുറെ സീനുകളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ഒരുപാട് സീനുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടിച്ചെറുതാക്കിയിട്ട് മാറ്റായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനുശേഷം ഈ പോലീസുകാരനും ഇവര് വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ ഒരു നിധിയെ തപ്പിയിട്ട്. അപ്പോ പോലീസുകാരനും പറമ്പിലൊക്കെ കിടന്ന് തപ്പുന്നുണ്ട്. ഒടുവിൽ ആ പോലീസുകാരന് ഈ സാധനം കിട്ടുന്നു, ഈ നിധി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഡൗട്ടാണ്, ഈ വന്ന അമ്മച്ചി ഭൂതമാണോ പ്രേതമാണോ എന്താണെന്ന് അറിയുന്നില്ല. അവരായിട്ട് പിന്നാലെ ഇങ്ങനെ തട്ടി നടക്കുകയാണ്. അപ്പോ അതിലുണ്ടായിരുന്ന ഒരു കഥാപാത്രം, അതായത് അശ്വൻ ലാലിന്റെ ഒരു കഥാപാത്രം ഒരു സംഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് മൊബൈലിൽ ഒരു സാധനം കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഭയങ്കര ത്രില്ലിംഗ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ത്രില്ലിങ്ങിന്റെ ഒരു ഫീൽ ഒന്നും കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒടുവിൽ ആ ഒരു സാധനം ഈ പോലീസുകാരൻ കിട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഈ സാധനം തുറന്നു നോക്കുമ്പോൾ 2 കണ്ണുകൾ വന്നിട്ട് ഇയാളെ പേടിപ്പിച്ച് ബോധം കെടുത്തുന്നുണ്ട്. അയാളും പേടിച്ചു പോകുന്നുണ്ട്. അതേപോലത്തെ സംഭവം തന്നെയായിരുന്നു ഈ പറഞ്ഞ പെങ്കൊച്ചും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ഈ ഒടുവിൽ ഈ പറഞ്ഞ 3 പേർക്കും ഈ ഒരു സാധനം കിട്ടും. അതായത് ഈ ഒരു നിധിപ്പെട്ടി കിട്ടും. ഇവിടെ വീട്ടിൽ വന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്നൊരു സ്വർണ്ണക്കട്ടി പോലത്തെ ഒരു സാധനമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ സ്വർണ്ണക്കട്ടി കിട്ടിയ സ്ഥിതിക്ക് ആ ഒരു അമ്മച്ചി, അതായത് ഇവർക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ അമ്മച്ചി ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളത്തിൽ ഒരു 3 പേരും ഇറങ്ങി പോകുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് അവരുടെ വീടിന്റെ ആ ഉമ്മറത്ത് ഈ പറഞ്ഞ അമ്മച്ചി വന്നിട്ട് പറയുന്നുണ്ട്, നീ നിധി തേടി പോവുകയാണോ? ആ നിധി ഇവിടെ തന്നെയുണ്ട്. നീ ആരെയാണോ തിരയുന്നത്? അതായത് അതിലെ ഒരു കഥാപാത്രത്തിന്റെ അമ്മ ശാരദ എന്ന് പറയുന്ന ഒരു അമ്മയുടെ കഥാപാത്രമൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ പടം നിർത്തുന്നത്. അപ്പൊ ഇത്രയാണ് പടത്തിലെ കഥ എന്ന് പറയുന്നത്. പക്ഷെ ഒരു
നല്ലൊരു എന്റർടൈൻമെന്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു മൂവി കൂടി ആയിരുന്നു ഈ നിധിയും ഭൂതവും എന്ന് പറയുന്നത്. അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഒരുവിധം നല്ല നല്ല നടന്മാരൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത കുറെ പെമ്പിളേരൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്, കാര്യമൊന്നുമില്ല, അതൊന്നുമില്ല, കഥയൊന്നുമില്ല. പക്ഷെ അതിലുള്ള മറ്റുള്ളവരൊക്കെ നല്ല നടന്മാരൊക്കെ ആയിരുന്നു. എന്തുകൊണ്ട് അവരങ്ങനെ ഇങ്ങനെ ഒരു ഇതില് അഭിനയിച്ചു എന്നുള്ളത് അറിയുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവര് കാണണമെന്ന് ഞാൻ പറയില്ല, അത് അബദ്ധവശാൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു അഭിപ്രായം എനിക്ക് അറിയിക്കേണ്ടതാണ്. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.